സ്കൂളുകളിലെ സമയക്രമ മാറ്റവും മധ്യവേനൽ അവധി മാറ്റുന്നത് സംബന്ധിച്ച് പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ രംഗത്ത് എന്തു മാറ്റം കൊണ്ടുവന്നാലും കാന്തപുരത്തോടടക്കം കൂടിയാലോചന നടത്തിയിട്ടേ അന്തിമ തീരുമാനം കൈക്കൊള്ളുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം സ്കൂൾ അവധി മാറ്റത്തിലും ലാസ്റ്റ് ബെഞ്ചില്ലാത്ത ക്ലാസ് മുറി എന്ന ആശയത്തിലും അനുകൂല നിലപാട് സ്വീകരിച്ച് കാന്തപുരം. അവധി മെയ് ജൂൺ മാസങ്ങളിലാക്കാൻ കഴിയുമോ എന്ന് കാന്തപുരം ചോദിച്ചു. വർഷത്തിലെ 3 പരീക്ഷകൾ 2 ചുരുക്കിയാൽ നന്നായിരിക്കുമെന്നും കാന്തപുരത്തിന്റെ നിർദ്ദേശം. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം. ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുകയാണ്. ചൂട് വർദ്ധിച്ച മാസമാണ് മെയ് മാസം. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് 2 മാസത്തിൽ നിന്ന് 1 മാസമായ മെയ് എടുക്കുകയും മഴ ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ. ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് അങ്ങനെ 2 മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും. നല്ലത്. രണ്ടാമത്തേത്, സമയം ചുരുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ 3 പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് 2 ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കും. അനൽക്ക സെയ്ത് നൽകും കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ. അനൽക്ക, കൂടിയാലോചനകൾക്ക് ശേഷം വലിയ എതിർപ്പൊന്നുമില്ലാതെ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലായാൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക. വിവരങ്ങൾ എങ്ങനെയാണ്? സ്കൂൾ വാർഷികാവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടക്കം കുറിച്ചിരുന്നു. പൊതുജനങ്ങളോടടക്കം അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ നടന്ന പരിപാടിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് വി ശിവൻകുട്ടിയുടെ ആശയങ്ങളോട് അനുകൂലിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന മെയ് മാസം, മഴ കൂടുതൽ ലഭിക്കുന്ന ജൂൺ മാസം അവധി നൽകി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കുമെന്നാണ് കാന്തപുരം അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം തന്നെ വർഷത്തിൽ 3 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നടക്കുന്നത്. അത് 2 കുറച്ചാൽ കൂടുതൽ സ്കൂൾ സമയം കിട്ടുമെന്നും കാന്തപുരം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അത് കൂടിയാലോചിച്ച് നടത്തിയാൽ അവിടെയൊന്നും തർക്കങ്ങൾ ഉണ്ടാവില്ലെന്നും കാന്തപുരം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാന്തപുരത്തിൻ്റെ പരാമർശത്തോട് അനുകൂലമായ ഒരു പരാമർശമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നടത്തിയിട്ടുള്ളത്. സ്കൂൾ സമയമാറ്റവും അതോടൊപ്പം തന്നെ സ്കൂൾ അവധി ചർച്ചയും പഠിക്കാൻ വേണ്ടി കമ്മിറ്റിയെ നിയോഗിക്കാമെന്നും വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ എന്ത് മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിലും അത് ഇത്തരത്തിൽ കാന്തപുരം അടക്കമുള്ളവരോടൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുകയെന്നും ഇന്ന് കോഴിക്കോട് കുന്നമംഗലം കാരന്തൂർ മർക്കസിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അനൽക്ക സെയ്ദ് MP ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.